നിങ്ങൾ കാണാത്ത പലതും ഒരു ഹാക്കർ കാണുന്നുണ്ട്. ഒരു ഹാക്കറിന്റെ പെർസ്പെക്റ്റീവിൽ ഒരാളെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണെന്ന് കാണാം. അതായത് നിങ്ങൾ പലരും ക്രാക്ക്ഡ് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നവരായിരിക്കും, ക്രാക്ക്ഡ് ഫോട്ടോഷോപ്പ് അഡോബ് അങ്ങനത്തെ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവർ തരുന്ന സംഭവമൊക്കെ കണ്ണും പൂട്ടി ഓപ്പൺ ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ബിഹൈൻഡ് ദ സീൻ, ഒരു ഹാക്കർക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് കാണാം. ഇത് കംപ്ലീറ്റ്ലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി ആണ്. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻ്റ് ആണ്, ഹാക്കിംഗ് എക്സ്പേർട്ടാണ്, എക്സ്പേർട്ടിന് പറഞ്ഞ വീഡിയോ അല്ല ഇത്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഇത് നല്ലൊരു അവയർനെസ് ആവും പലർക്കും. അപ്പോൾ എന്താണ് സംഭവിക്കാമെന്ന് കണ്ടുവരാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഇവിടെ കലി ലിനക്സ് ഓപ്പൺ ആണ്, അതേപോലെ ഇവിടെ വിൻഡോസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളെ ടാസ്ക് ഈ കലി ലിനക്സ് ഈ വിൻഡോസ് 7 എങ്ങനെയാണ് ഹാക്ക് ആവുന്നത്, എങ്ങനെയാണ് ഒരു ഹാക്കറിന് കൺട്രോൾ കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. GTA 6 ഇറങ്ങിയിട്ടുണ്ട്, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് നമ്മൾക്ക് യൂട്യൂബേഴ്സിനൊക്കെ കൂടുതൽ ഹാക്ക് ആകുക ഇതുപോലെ ആപ്ലിക്കേഷൻ മെയിലിലൂടെ അയച്ചിട്ട് അവർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് ബിഹൈൻഡ് ദ സീൻ കാണാം. ഇപ്പം നമ്മളുടെ IP അഡ്രസ് ഇതാണ്, MSF വെനം. ഇത് യൂസ് ചെയ്തിട്ടാണ്, ഈ വെനമാണ് ഇതുപോലെ പേലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വിൻഡോസ് അതേപോലെ അതിൻ്റെ ആർക്കിടെക്ചർ x86 സ്പേസ് ഇല്ല. ഓക്കെ, GTA 6 എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഈ ഫയലാണ് വൈറസ്. ഇത് എപ്പോഴാണോ നമ്മൾ വിൻഡോസ് മെഷീനിൽ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഹാക്കറിന് ഈ കൺട്രോൾ കിട്ടും. സോ ഇതാണ് നമ്മളുടെ വൈറസ് ഫയൽ. ഇത് ഓപ്പൺ ചെയ്താൽ അത് ഹാക്ക് ആവും. സോ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ലിസണർ റെഡിയാക്കി വെക്കണം. ടാർഗറ്റിൻ്റെ IP ആവശ്യമില്ല, കാരണം ആ ഒരു ആപ്പ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് എത്തിക്കോളും. സോ ഇത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ വിൻഡോസ് മെഷീനിലേക്ക് പോവാം. ഇതാണ് വിൻഡോസ്. അപ്പോൾ ഒരാൾ വരുന്നു, GTA 6 ഒക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവരൊന്നും വായിക്കാതെ ജസ്റ്റ് റണ്ണടിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ഓപ്പൺ ആകുന്നില്ല. പക്ഷേ ബാക്ക് സ്റ്റേജിൽ ഹാക്കറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ആ ഒരു വ്യക്തി ഒരു സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആണ് മാജിക് വരാൻ പോകുന്നത്. സ്ക്രീൻഷോട്ട്. ഇത് ആ വിൻഡോസ് 7 ഒരു സ്ക്രീൻഷോട്ടാണ്. ലൈവായിട്ട് കാണുന്നെങ്കിൽ നമ്മൾക്ക് വെബ് ക്യാമറ നോക്കാം, അവിടുത്തെ മൈക്ക് നോക്കാം. സ്ക്രീൻ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് അത് കലി ലിനക്സിൽ ലൈവായിട്ട് കാണുകയാണ്. ഇതാണ് ഒരു ഹാക്കറിൻ്റെ പേഴ്സ്പെക്റ്റീവ്. നിങ്ങളറിയാതെ ക്രാക്ക്ഡ് ആണെന്ന് പറഞ്ഞും പല സാധനം ഫ്രീ കിട്ടാനും എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും, ഫോട്ടോഷോപ്പ് അത് ഇത്. സോ ബിഹൈൻഡ് ദ ബാക്ക് സ്റ്റേജ് ഒരു ഹാക്കറിന് ഇതാണ് സംഭവിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇത് പഴയ മെഷീൻ എൻ്റെതായിട്ടുള്ള വിൻഡോസിൽ തന്നെയാണ്, എൻ്റെ കമ്പ്യൂട്ടർ തന്നെയാണ്, എൻ്റെ നെറ്റ്വർക്ക് തന്നെയാണ്. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ആൻഡ് സ്ട്രിക്ട്ലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി.